നമ്മൾ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനോ പ്രതീക്ഷക്കോ നമ്മുടെ സ്വപ്നത്തിനോ അനുസരിച്ചായിരിക്കണമെന്നില്ല. അത് പലപ്പോഴും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക്, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ ചിലരെ അതിജയിക്കാൻ വേണ്ടിയിട്ട്, അവരോടുള്ള റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല കാരണങ്ങളും ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ആ പൊസിഷൻ മുഖേന ലഭിക്കാത്തതായി കാണാം. അതായത് ഒരു ഉമ്മയുടെ തീരുമാനത്തിനോ അല്ലെങ്കിൽ ഉപ്പയുടെ തീരുമാനത്തിനോ അല്ലെങ്കിൽ അമ്മാവന്മാരുടെ മക്കളോ ആരെങ്കിലും ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ ഒക്കെ ആയെന്ന് വരാം. ഒരു പക്ഷേ ഒരു പാസിംഗ് കമൻറ്റ് എന്ന രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ടാവാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് നമ്മുടെ നല്ലൊരു ജീവിതം വെറുതെ ഇല്ലാതാക്കുന്ന ഒരു രീതി നമുക്കുണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കുക, ഞാനിത് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുകയാണോ അതോ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരെ ജയിക്കാനും വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ഒരു വാല്യുവേഷൻ നടത്തുന്നത് നന്നായിരിക്കും.